ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ഒരു മാസം ഏകദേശം എത്ര രൂപ ചിലവാകും അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാക്സിമം മെയിനായിട്ടുള്ള എല്ലാ എക്സ്പെൻസും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വലിയ വാചകമൊന്നും അടിക്കുന്നില്ല, നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ മെയിനായിട്ടുള്ള എക്സ്പെൻസിനെ പറ്റി സംസാരിക്കാം. അതായത് റെൻറ്റ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വലിയൊരു റെൻ്റൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫോർഡബിൾ ആയിട്ട് ഒന്നും കിട്ടാനില്ല, സ്ഥലം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ വന്ന സമയത്ത്, അതായത് 2020 ഞാൻ കൊടുത്തിരുന്ന റെൻറ്റ് റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് $100. ആ റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഞാൻ ഷെയറിങ്ങിൽ നിൽക്കുമ്പോൾ എൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച $250. അപ്പോൾ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ റെൻറ്റിൻ്റെ മെയിനായിട്ട് എത്രയാണെന്ന് ഏകദേശം പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, പല ഘടകങ്ങളുണ്ട് റെൻറ്റ് എത്രയാവുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഏത് സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണോ, ഏത് സ്റ്റേറ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണോ, മെൽബണിലാണോ. ഞാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ താമസിക്കാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്ര റെൻറ്റ് ഉണ്ടായില്ല. പക്ഷേ മെൽബണിലോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ വിക്ടോറിയയിലോട്ട് വന്നപ്പോൾ റെൻറ്റ് കൂടി. അപ്പോൾ ഓരോ സ്ഥലം അനുസരിച്ച് റെൻറ്റിന് വ്യത്യാസം വരും. അതുകൂടാണ്ട് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ഉദ്ദേശിക്കുന്നത് ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്, യൂണി അക്കോമഡേഷനാണോ താമസിക്കുന്നത്, ഒരു വീടെടുത്ത് ഷെയർ ചെയ്യുകയാണോ. അപ്പോൾ അതനുസരിച്ച് ഓരോന്നിലും വ്യത്യാസം വരും. ഇപ്പം ഒരു ഹൗസ് എടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും, പക്ഷേ യൂണി അക്കോമഡേഷൻ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഞാൻ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഏത് സ്ഥലത്താണ് ഏകദേശം, സിറ്റിയിൽ നടുക്കായിട്ടാണോ അത് മാറി കുറച്ച് റീജിയണൽ ഏരിയയാണ്. സിറ്റിയിലാണെങ്കിൽ ഇപ്പം ഞാൻ സിറ്റി തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് 250 ഷെയറിംഗ് ആയിട്ടും, കുറച്ച് മാറിയാണെങ്കിൽ ചിലപ്പോൾ അത്രയാവത്തില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് റെൻറ്റ് നമുക്ക് ഏകദേശം തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പാടാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോഴും റെൻറ്റ് അല്ലെങ്കിൽ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താമസ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് വലിയ ഇതിനകത്ത് എടുക്കേണ്ട ഏകദേശം എത്രയാവുമെന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അത് 2024 ഫെബ്രുവരി കഴിഞ്ഞ പിന്നെ മിനിമം ഒരാൾ $200 കൂടുതൽ റെൻറ്റ് കൊടുക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. ഈ $200 മിനിമം എന്ന് ഞാൻ പറയുന്ന ഒരു വീട് എടുത്തിട്ട് ഷെയർ ചെയ്യണം. അതായത് സ്വന്തമായിട്ട് റൂം ഉണ്ടാവും, ബാക്കി എല്ലാ കിച്ചണും ബാക്കി എല്ലാ സ്ഥലങ്ങളും ഷെയർ ചെയ്യുന്ന സിറ്റുവേഷനാണ് $200+ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഒരു മാസം എന്ന് പറയുന്നത് $800 മിനിമം റെൻറ്റിനാവും. പക്ഷേ നിങ്ങൾ യൂണി അക്കോമഡേഷനിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെൻറ്റ് മിനിമം ഒരാഴ്ച $300 ആവും. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1200. അപ്പോൾ യൂണി അക്കോമഡേഷൻ നമുക്ക് തുടക്കത്തിൽ നല്ലതാണ്, ടെമ്പററി ആയിട്ട്. മാക്സിമം അത് കഴിഞ്ഞിട്ട് വേറെ, ഇപ്പം ഞാൻ താമസിക്കുന്നില്ല, ഹോസ്റ്റലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഷെയർ ചെയ്യാൻ പറ്റത്തിന് അങ്ങനെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കിട്ടും. അത് പ്രിഫർ ചെയ്യാൻ ഞാൻ പറയും. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യത്തിലൂടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡിങ് ബിൽസ് നോക്കുക. ഇപ്പോൾ എൻ്റെ ഇൻക്ലൂഡിങ് ബിൽസാണ്, അപ്പോൾ എനിക്ക് വേറെ എക്സ്ട്രാ ചാർജസ് വരുന്നില്ല. അതുപോലെ നിങ്ങൾ ഇൻക്ലൂഡിങ് ബിൽസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൂമിന് $200 പക്ഷേ എക്സ്ട്രാ ബില്ല് ആഡ് ചെയ്യണമെങ്കിൽ വേറെ റൂമിൽ 220 ഇൻക്ലൂഡിങ് ബിൽസ് ആണെങ്കിൽ ആ 220 എടുക്കാനായിട്ട് ഞാൻ. രണ്ടാമത്തെ മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗ്രോസറീസ് ആണ്. ഗ്രോസറീസിൻ്റെ കേസിൽ പറയാൻ നേരത്ത് നിങ്ങൾ ഷെയർ ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ വേറെ 2 ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് വന്ന ഏകദേശം ഒരാഴ്ച $40 അടുത്താണ്. അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ അതൊരു $160. ഇൻ കേസ് നിങ്ങൾ ഒറ്റയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്. പിന്നെ എൻ്റെ കേസിൽ ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ചീപ്പായിട്ട്. യൂഷ്വലി ഫാമേഴ്സ് മാർക്കറ്റിലൊക്കെ വില കൂടുതലാണ്, അതായത് വെജീസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വില കുറവാണ്. അവിടെ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ മെയിനായിട്ട് വരുന്ന ഗ്രോസറി സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് കോൾസ്, വൂൾവർട്ട്സ്, ആൽഡിയാണ്. അപ്പോൾ ഇവർക്ക് 3 നിന്നാണ് എല്ലാവരും വാങ്ങാറ്. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ അതിൽ നിന്ന് മാക്സിമം എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും. അത് നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിവാർഡ് കാർഡ്സ് ഉണ്ട്, അവരുടെ ആപ്സ് കയറി പോയി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഡീലും സെയിൽസും ഒക്കെ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അതിനെപ്പറ്റി ഞാൻ വലിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോസറി വരാൻ നേരത്ത് അതാണ് ഏകദേശം $160 നമുക്കൊരു മാസം വരുന്നത്. മൂന്നാമത്തെ മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. ഒബ്വിയസ്ലി നമുക്ക് യൂണിവേഴ്സിറ്റി പോകണം, നമ്മൾ പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിൽ അവിടെ പോകണം, അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഗ്രോസറി വാങ്ങാൻ പോകണം, അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ. എൻ്റെ കേസ്, ഞാൻ എല്ലാത്തിലും എൻ്റെ കേസിൻ്റെ ഞാൻ വിക്ടോറിയ, ഞാൻ മെയിൻ സിറ്റിയിലായതുകൊണ്ട് സിറ്റിയുടെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. ഇപ്പോൾ എൻ്റെ കോളേജ് ആണെങ്കിലും 6 minutes away ആണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഇതെല്ലാം സിറ്റിയിലായതുകൊണ്ട് എനിക്ക് വലിയ കാര്യത്തിന് ട്രാൻസ്പോർട്ടേഷന് ചിലവാക്കേണ്ട കാര്യമില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കേസാട്ടോ ഞാൻ പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വരാൻ നേരത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് കാർഡ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ മെൽബണിൽ മൈക്കി എന്ന് പറയും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമ്മൾ 3-4 ദിവസം ഒരാഴ്ച സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് $40 മിനിമം വരും.
അങ്ങനെ നോക്കാൻ നേരത്ത് ഒരു മാസം $160 പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ചിലവാകും. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കൺസെഷൻസ് അവൈലബിൾ ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ചിലവർക്ക് അത് അറിയാത്ത സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് കൺസെഷൻ നിങ്ങൾ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് 40 to 50% വരെ ഓഫ് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ ഞാനത് യൂസ് ചെയ്യായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്കോ അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ പോലെയാണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത്ര നേരം പറഞ്ഞത് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കേസ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ കാറ് യൂസ് ചെയ്യുന്നത്, അതായത് സ്വന്തമായിട്ട് പേഴ്സണൽ വെഹിക്കിൾ യൂസ് ചെയ്യാൻ നേരത്ത് വരാൻ നേരത്ത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എത്രയാണോ അതിൻ്റെ ഇരട്ടി പൈസ വരുന്നത്. കാര്യം കാറ് യൂസ് ചെയ്യുന്ന നേരത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെട്രോളിൻ്റെ പൈസ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അതുകൂടാണ്ട് രജിസ്ട്രേഷന് നമുക്ക് പൈസ ചിലവാകും, ഇൻഷുറൻസിന് ചിലവാകും, മെയിൻ്റനൻസിന് ചിലവാകും. അങ്ങനെ എക്സ്ട്രാ കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ അതുകൂടാണ്ട് പാർക്കിംഗ് ഫീ. അപ്പം അങ്ങനെ വരാൻ നേരത്ത് കാറ് യൂസ് ചെയ്യുന്ന നേരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി പൈസയാവും. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ആ കാറ് ഊബർ ഈറ്റ്സ് ഓടാനോ ഊബർ ഓടാനോ അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ചു. അല്ലാണ്ട് വരാൻ നേരത്ത് ഞാനങ്ങനെ തുടക്കത്തിൽ തന്നെ കാറ് വാങ്ങാനായിട്ട് ആരും സജസ്റ്റ് ചെയ്യത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ചീപ്പായിട്ട് അവൈലബിളും ആണ്. അടുത്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ സർവീസസ് അല്ലെങ്കിൽ സിം പ്ലാനാണ്. അതായത് ഒരു മാസം നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ എത്രയാവും. ആ റീചാർജ് ചെയ്യണതിൻ്റെ കിടക്കുന്നതിന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഏത് സിമ്മാണ് നല്ലത്. എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല സിമ്മായിട്ട് തോന്നിയത് ബൂസ്റ്റും ലിബാറയും നല്ലതാണ്, നല്ല നെറ്റ്വർക്ക് പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിന്ന് $40 ഒരു മാസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അത്രയും സ്പെൻഡ് ചെയ്യാൻ പറയത്തില്ല. തുടക്കത്തിൽ $20 to $30 വരെ സ്പെൻഡ് ചെയ്താൽ മതി തുടക്കത്തിൽ നിങ്ങൾ വരാൻ നേരത്ത്. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല ഡേറ്റ സർവീസസും ഉണ്ട്, ഇൻ്റർനാഷണൽ കോൾസും ഉണ്ട്. നാട്ടിയിട്ട് വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും വൈഫൈ അവൈലബിൾ ആണ്. നിങ്ങൾ പാർട്ട് ടൈം ജോലിക്ക് പോയാൽ അവിടെയുണ്ട് വൈഫൈ, യൂണിവേഴ്സിറ്റി പോയാൽ അവിടെ ഉണ്ട് വൈഫൈ, സിറ്റിയിലുണ്ട് വൈഫൈ. നിങ്ങൾ എവിടെ താമസിച്ചാലും യൂഷ്വലി എല്ലാ 90% കൂടുതൽ സ്ഥലത്തും വൈഫൈ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അധികം ഡേറ്റയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ $20 to $30 വരെ ഒരു മാസം സിം പ്ലാനിന് സ്പെൻഡ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ അടുത്ത അല്ലറ ചില്ലറ ചിലവിലേക്ക് കിടക്കുമ്പോഴാണ് എൻ്റെ മെയിൻ എക്സ്പെൻസ്. എൻ്റെ റെൻറ്റ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ചിലവ് ചെയ്യുന്നത് ഈറ്റിംഗ് ഔട്ട്. അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പ്. എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെയുള്ളവരും കണക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എത്ര കഴിച്ചിട്ട് പോയാലും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് എത്ര കഴിച്ചിട്ടും പുറത്ത് പോകുമ്പോൾ നമുക്ക് വിശപ്പാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. മീൻസ് അമ്മയും ഞാനും പുറത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് എത്ര കഴിച്ചുള്ളൂ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ദാഹിക്കുന്നു, വിശക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും. അതിനകത്തൊരു മാറ്റമില്ല. എൻ്റെ നല്ലൊരു ശതമാനം പൈസ പോകുന്നത് ഈറ്റിംഗ് ഔട്ടാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ പുതിയ കഫേസ് ട്രൈ ചെയ്യാനും പുതിയ റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യാനും. അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിനകത്താണ് എൻ്റെ കൂടുതൽ പോകുന്നത്. പക്ഷെ തുടക്കത്തിൽ വരാൻ നേരത്തെ ഏകദേശം ഞാൻ പറയുവാണെങ്കിൽ ഒരു $300 അടുത്ത് ഇതിന് ചിലവാകും എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ മാക്സിമം തുടക്കത്തിൽ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അധികം ചിലവ് പുറത്താവത്തില്ല ഫുഡ് കഴിക്കാനായിട്ട്. കാര്യം ഇവിടെ ഒരു മീലിന് മിനിമം $10 ആവും. അത് തുടക്കത്തിൽ അത്യാവശ്യം പൈസയാണ്. പിന്നെ അടുത്ത എക്സ്പെൻസ് എനിക്ക് പറയാനുള്ള ഷോപ്പിങ്ങോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ ഞാനൊരു ഇതായിട്ട് കൂട്ടിയേക്കുന്നത് ഒരു എക്സ്പെൻസ്. ഏകദേശം $200 അതിനൊരു മാസം പോകും. ഇപ്പം നിങ്ങൾക്കൊരു സിനിമ കാണാൻ തോന്നി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ തോന്നി, അങ്ങനെയൊക്കെ വരാൻ നേരത്തെ ഏകദേശം ഒരു 150 തൊട്ട് 200 വരെ ഒരു മാസം കണക്ക്. എൻ്റെ ഈറ്റിംഗ് ഔട്ട് ഷോപ്പിംഗ് അത്യാവശ്യം നല്ല ചിലവാകുന്നൊരിതാണ്. റെൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ വരുന്നത് അതിനകത്താണ് പോകുന്നത് എൻ്റെ പൈസ. അപ്പോൾ അതാണ് ഇതുവരെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള എക്സ്പെൻസ്. പിന്നെ ഈ എക്സ്പെൻസസൊക്കെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിൽ കുറച്ച് ടിപ്സായിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് പോയി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എന്നാ ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് ആകെ തെറ്റാലൊന്ന്. കോസ്റ്റ് ഓഫ് ലിവിങ് ആകെ കൂടിയിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇവിടെയുള്ള സിറ്റിസൺസിന് വരെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ മാക്സിമം ബഡ്ജറ്റിംഗ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അതിൻ്റെ അർത്ഥം കൂടുതൽ പണിയെടുത്ത് ക്യാഷിന് ഹാൻഡ് ജോബും TFN ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ല. നമ്മളിവിടെ വന്നേക്കുന്നത് പഠിക്കാനാണ്. പഠനം പ്രയോറിറ്റൈസ് ചെയ്യുക. പഠിച്ച് കഴിയുമ്പോൾ ലോൺ അടയ്ക്കാം. എന്നോട് കുറേ പേര് ചോദിക്കേണ്ടത് ചേച്ചി പഠിക്കണതിൻ്റെ കൂടെ ഫീസ് അടയ്ക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഇമ്പോസിബിളാണ്. മൊത്തത്തിൽ അടയ്ക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലോൺ അടച്ച് തീർക്കാനായിട്ട് പറ്റും. ഇതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തൊക്കെ നിങ്ങൾ പോയി അത് കാണുക. മാക്സിമം പഠനം പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. എന്തായാലും പഠിത്തം കഴിയുമ്പോൾ നമുക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റും. പിന്നെ എന്തിനാ ഇപ്പോഴേ സ്ട്രെസ് അടിച്ച് പിന്നെ പഠിത്തം മാറ്റി പണി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹാപ്പിനെസ്സും ഇല്ല, മെൻ്റൽ ഹെൽത്തും പോവും വെറുതെ. ആ ഒരു സംഭവം വേണ്ട. പിന്നെന്താ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ.
വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഈ ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് DM അയക്കുക. നിങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസം എടുക്കും, ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറേ പേർക്ക് താല്പര്യമുണ്ട് അതിനെപ്പറ്റി അറിയാൻ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് ടെലിഗ്രാമിൽ. ഇപ്പോൾ തന്നെ 1200 കൂടുതൽ കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ DM ഇൻസ്റ്റഗ്രാമിൽ അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എൻ്റെ ഓസ്ട്രേലിയയിൽ ലൈഫ് എന്നുള്ള ഡെയിലി ലൈഫ് എന്നുള്ള രീതിയിൽ വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ഇൻഫർമേഷൻസ്, കുറേ റീൽസൊക്കെ ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ GT റിലേറ്റഡ് ഒക്കെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.